അങ്ങനെ നമ്മൾ ഇന്ന് കൊച്ചിൻ കാർണിവൽ 2023 കാണാൻ പോവാണ്. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊച്ചിൻ കാർണിവൽ കാണാൻ പോകുന്നത് കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തി. അതുകൊണ്ട് തന്നെ ലൈറ്റ്സുകൾ ഓൺ ചെയ്യുന്നതിന് മുൻപേ ഉള്ള കാഴ്ചകളും അതിന് ശേഷമുള്ളതിനെയും ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കായ് ബജി കഴിച്ച് തുടക്കം ഇട്ടു ഭക്ഷണത്തിൽ. പിന്നീട് നമുക്ക് ഫുഡ് അടി ആയിരുന്നു ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ ഇതാ നമ്മളൊരു വെറൈറ്റി സാധനം കണ്ടിട്ട് ഇത് ഓർഡർ ചെയ്യാൻ നിന്നു. അപ്പോൾ എന്താ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ കോലൊക്കെ കുത്തിയിട്ട് ഈ ചേച്ചി ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ പോലീസൊക്കെ വന്നു പോകുന്നത് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ആപ്പിളും കഴിച്ചു. പിന്നെ ആപ്പിൾ ഉപ്പിലിട്ടാണ് കഴിച്ചത്. പിന്നെ അപ്പോഴേക്കും ഇത് റെഡിയായി വന്നു. ഇതിൽ കുറേ സോസും അതുപോലെ മയോണൈസൊക്കെ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഡിവക്കുട്ടിക്ക് ഐസ്ക്രീം തന്നെ വേണം നിർബന്ധം പിടിച്ചപ്പോൾ അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഒപ്പം ഞാനും കഴിച്ചു കേട്ടോ ഒന്ന്. പിന്നെ ഇതാ നമ്മൾ ഇതേപോലെ കുറേ സ്നാക്സുകളൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ബബിൾസ് വാങ്ങിയിട്ട് ബബിൾസ് ഇങ്ങനെ വിട്ട് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ അതൊക്കെ പൊട്ടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. പിന്നെ ഒരുപാട് ടോയ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചുകുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. പിന്നെ ഇതാ ക്രിസ്മസ് പാപ്പ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇതാ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ ലൈറ്റ്സ് ഓണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു. പിന്നെ ഇതാ നൈട്രജൻ സ്മോക്ക് ബോൾസിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ സ്മോക്ക് ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് വാങ്ങി ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. എന്തായാലും മൂക്കുന്നും വായുന്നൊക്കെ ഒരുമിച്ച് പുക പോകുന്നു. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മുടെ കാർണിവലിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ട്രീ ഇത് ഓണാക്കി. അതിൽ ലൈറ്റ്സ് എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ലൈറ്റ്സ് എല്ലാം ഓണാക്കിയത്. ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇത് ഇവിടേക്ക് വരുന്നവർ ഇത് മിസ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. നമ്മൾ ആ ഒരു ടൈമിൽ ഈ ഒരു ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യുമ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ പോയിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. ഒത്തിരി പേര് അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു വെയിറ്റിങ്. കാരണം ഇത് ലൈറ്റ്സ് ഓൺ ചെയ്തപ്പോഴേക്കും തന്നെ എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതാ ദിവക്കുട്ടിക്ക് ഈ ഒരു സ്റ്റാർ വാങ്ങിക്കൊടുത്തു. ലൈറ്റൊക്കെ കത്തുന്ന ഒരു സ്റ്റാർ. അപ്പോൾ അതോടെ അവൾ ഹാപ്പിയായി. പിന്നെ ഞാനിതാ ഇതൊക്കെ തലയിൽ വെച്ചിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് അവരുടെ അടുത്ത് നിന്ന് ഓസിന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ തന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടിയും ട്രീയുടെ ആ ഒരു ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടുള്ള ഭംഗി ആസ്വദിച്ചു. അതിനുശേഷം ഇതാ പുറത്ത് ഇതുപോലെയുള്ള ഒരു പന്തലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ലൈറ്റ്സുകളൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയി ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇരുട്ടാവും തോറും തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ പിള്ളേരായാലും പ്രായമായവരായാലും എല്ലാവരും സെൽഫീസും ഫോട്ടോസും എടുക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ ഓരോ ലൈറ്റുകൾ കാണുമ്പോഴും അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയോ മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ ഈ കസേരക്കളിയൊക്കെ ആയിരുന്നു കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റൗണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത്. അത് കുറച്ച് നേരം കണ്ട ശേഷം നമ്മൾ പിന്നെയും നടന്നു ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കലൊക്കെ ഭയങ്കര പണിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ കൂടി വരിക. നമ്മൾ മാക്സിമം പോകുന്നവർ നേരത്തെ പോവുകയാണ് നല്ലത്. കാരണം നമ്മുടെ പാർക്കിങ്ങിനായാലും ഒക്കെയും നേരത്തെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പിന്നെ കുറേ നേരം കൂടെയൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ നിന്നൊന്ന് എസ്കേപ്പായി കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ് കേട്ടോ. തിരക്ക് കൂടി വരിക. അപ്പം നമ്മളൊരു 7-8 മണി നേരം ആയപ്പോൾ തന്നെ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും തിരക്കെന്ന് അറിയാമല്ലോ. അങ്ങനെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ ഇതുപോലത്തെ റൈഡുകൾ കാണാം. അപ്പോൾ റൈഡുകളിൽ കയറാനും ക്യൂ നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റൈഡുകളിലൊന്നും കയറിയില്ല. അത്രയും നേരം നിൽക്കാനൊന്നും വയ്യ. ദിവക്കുട്ടീനെയും കൊണ്ട് അത്രയും നേരം നിൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു.